നമ്മളുടെ കാത്തിരിക്കുന്നു ഇത്ര കാലം. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ തന്റെ വലതു കൈ കൊണ്ട് അറുത്ത പറയിക്കാൻ പിസ്റ്റളിനോട് തന്നു വെടിയുണ്ടകളെ തുളച്ചു കയറിയിട്ട് മഹാത്മാഗാന്ധിയുടെ ശോഷിച്ചതിന്റെ കൈവയ്ക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ അഹിംസ എന്ന ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തിയ ഒരു അപൂർവ ജന്മത്തെ ഹിംസ കൊണ്ട് നാഥുറാം സംഘം തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ ലോകം തെറ്റിദ്ധരിച്ചത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ആ ദിവസം അന്ന് രാവിലെ വിദേശത്ത് നിന്ന മാധ്യമപ്രവർത്തകൻ ഗാന്ധിജിയിലായിരിക്കുമെന്ന് തന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഗാന്ധിജി ഏറെ നേരം സംസാരിച്ചത് ബഹുസ്വരതയെ കുറിച്ചായിരിക്കും, ജനാധിപത്യത്തെ കുറിച്ചായിരിക്കും. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ബ്രിട്ടീഷ് പതാക താഴെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി മുന്നിൽ വെച്ച ഗാന്ധിജി ആ സമയത്ത് ആ ആലോചനകൾ പങ്കെടുക്കാനുണ്ടായിരുന്നില്ല. ഗാന്ധിജി അതേസമയം വിഭജനാനന്തരം മേഖലയിൽ നിന്ന ബംഗാളിലെ അവകാശ ക്രമത്തിലൂടെ നഗ്നപാതമായി യാത്ര ചെയ്യുകയായിരുന്നു ഗാന്ധിജി. ഇന്ത്യ സ്വതന്ത്രമാകുകയായതുകൊണ്ട് ഗാന്ധി സ്വപ്നം കണ്ടത് തൊട്ടുകൂടായ്മയും ദാരിദ്ര്യവും ജാതീയതയും ഇല്ലാതാക്കുക എന്നതുകൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയെ തൊട്ടറിയാൻ വേണ്ടി ഗ്രാമങ്ങളിലൂടെ ഗാന്ധിജി യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ വൈഗാ നദീതീരത്തെത്തുമ്പോൾ വൈഗാ നദീയിൽ നിന്ന് തനിക്ക് ഒടുക്കാൻ മേൽവസ്ത്രം മാറ്റി മറ്റൊന്നൊടുക്കാനില്ലാത്ത ഒരു സ്ത്രീ, ഒരമ്മ ആ വെള്ളത്തിലിറങ്ങി കുടിച്ചുകൊണ്ട് ആ വസ്ത്രം അലമ്പുന്നത് കാണുമ്പോൾ തന്റെ മേൽവസ്ത്രം അദ്ദേഹത്തിന് ആ സ്ത്രീ ഒഴുകി കൊടുത്ത് ഗാന്ധിജി അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത് എന്നാണോ ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾക്ക് ഉറുതുള്ളിക്ക് മറുപടിയുണ്ടാകുന്നത് അതുവരെ ഞാൻ മേൽവസ്ത്രം ചോദിക്കുകയായിരുന്നു. ഇന്നും ഗാന്ധിജി ചോദിച്ചിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ പേരിൽ എനിക്കുപ്പായി ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ 223.3 ദശലക്ഷം ജനങ്ങൾ ഇന്നും പട്ടിണിയിലാണെന്നാണ് നമ്മുടെ കണക്കുകൾ പുറത്തു വരുന്നത്. ലോകവർദ്ധന സൂചികയിൽ 117 രാജ്യങ്ങളിൽ 107ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്കും വൻകിട കമ്പനികൾക്കും നിയമങ്ങളും പുതിയ ഭേദഗതി വരുത്തുകയും മതവർഗ കലാപങ്ങൾ തങ്ങളുടെ അറിവോട് നടത്തുകയും ചെയ്യുന്ന ചില കോർപ്പറേറ്റ് ദാസ്യന്മാരായി ഐക്യത്തിന്റെ പുതിയ വേർഷൻ കോർപ്പറേറ്റ് ദാസ്യമായി ഇന്ത്യ ജനാധിപത്യവാദികൾ ഇന്നത്തെ ഭരണകർത്താക്കൾ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കർഷക സമരവും പൗരത്വ ഭേദഗതിയും ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയിൽ ഒരിക്കലും പാടുള്ളതായിരുന്നില്ല. ഹരിയാനയിലും മണിപ്പൂരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഗാന്ധിജി കണ്ട സ്വപ്നങ്ങളിലേക്ക് ഇന്ത്യ ഇനിയുമേറെ സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അനേകം വാതിലുകളും അതിലേറെ ചാനലുകളും ഉചിതമായിരുന്നു ഗാന്ധിജിക്ക്. ആ വാതിലുകളിലേക്കും ചാനലുകളിലേക്കും തുറന്നതെല്ലാം അടച്ചിടാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തുന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഗാന്ധിയിലിരിക്കുന്ന സൂര്യവെളിച്ചത്തെ തടയാൻ അവർ പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാഠപുസ്തകത്തിൽ നിന്ന് അവർ ഗാന്ധിയെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാർ ജനാധിപത്യവാദികൾ ആ മഹാത്മാവിനെ ഒരിക്കലും മറന്നുകൂട. ആ വയോധികന്റെ മേഖലയെ ഊന്നുവെളിവെട്ട് വിരുദ്ധം പിടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് പുതിയവേറെ ഗാന്ധിജിയുടെ സ്വപ്നത്തിലേക്ക് വീണ്ടും സഞ്ചരിക്കാൻ നമുക്ക് കരുതുണ്ടാവേണ്ടതുണ്ട്. പ്രാപ്തരാകേണ്ടതുണ്ട്. നമ്മൾ സംഘപരിവാർ രാഷ്ട്രത്തെ ഒരിക്കലും നമുക്ക് കായികമായി നേരിടാൻ കഴിയില്ല. മറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾക്ക്, ചില പേരുകൾക്ക് അവർ അസ്വസ്ഥപ്പെടുത്താനാകും. ആ പേര് ഒന്നാമതായിരിക്കുന്നത് ഗാന്ധിയാണ്. ആ സത്യാഗ്രഹം കൊണ്ട്, അഹിംസ കൊണ്ട് ഗാന്ധിജി ആഗ്രഹിച്ചത് സമാധാനം നേടാൻ വേണ്ടിയാണ്. ഗാന്ധിജിയുടെ സത്യാഗ്രഹം ഈ സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതല്ലാതെ വഴിയോരങ്ങളിൽ നിർത്തുകുത്തിയാകുന്ന ആണ്ടുവിപ്ലവത്തിന്റെ ആണ്ടുചടങ്ങിന്റെ പേരിൽ മാത്രം ഒതുക്കാനുള്ളതല്ല മഹാത്മാഗാന്ധി എന്ന പേര് നമുക്ക് വിളിച്ചു പറയേണ്ടിയിരുന്നത്. സ്വതന്ത്രം പല പേരുകളുണ്ട് ആഘോഷിക്കുന്നവർ മതവർഗീയ കലാപങ്ങളോടും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെ നമുക്ക് ചേർത്ത് നിന്ന് ഗാന്ധിയൻ സ്വപ്നങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളേവരും മാതൃ സന്തതികളാണ്, ഇസ്ലാമിന്റെ പാത മുറുകെ പിടിച്ചുകൊണ്ട് ഖലീഫാമരുടെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഓർമ്മകൾ നമുക്ക് തിരിച്ചു ചെയ്യേണ്ടത്. രാജ്യം ഓരോ ദിവസം മുന്നോട്ട് പോകുകയോ സമകാലികയും ഗാന്ധിജി കണ്ട സ്വപ്നങ്ങളുടെയും രണ്ട് ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് രണ്ടും ഒരേ ധ്രുവത്തിലേക്ക് വരുന്ന ഒരു ഇന്ത്യക്കായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രതീക്ഷയോടെ അവർക്ക് ഗാന്ധിയെ സ്വപ്നങ്ങളെ ഓർത്തെടുക്കാം എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.